ഹലോ, ഇന്നൊരു ക്രോപ്പ് ടോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാനൊരു 3 വയസ്സിൻ്റെ കുട്ടിയുടെ അളവിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 1/2 മീറ്റർ മെയിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ 1/2 മീറ്റർ ലൈനിങ്ങാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ് തുണി 4ആയി മടക്കി ഇട്ട് കൊടുക്കാം. നമ്മൾ ലൈനിങ്ങിൽ വേണം കേട്ടോ അളവുകളെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ലൈനിങ്ങിൽ അളവുകൾ മാർക്ക് ചെയ്തതൊന്നും ഇതിൽ ഷൂട്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ മെയിൻ ഫാബ്രിക്കിൽ ഒന്നുകൂടി അളവുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, ഞാൻ എല്ലാം ചെയ്തെടുത്തു, പക്ഷേ അത് ഷൂട്ടായില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മെയിൻ ഫാബ്രിക്കിൽ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ലൈനിങ്ങിൽ വേണം കേട്ടോ അളവുകൾ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്ന അളവുകളെല്ലാം നിങ്ങൾ ലൈനിങ്ങിൽ ചെയ്ത് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ തുണി 4ആക്കി മടക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് കഴുത്തിൻ്റെ അകലം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഇഞ്ചാണ് കേട്ടോ കഴുത്തകലം കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ച് കഴുത്ത് ഇറക്കം കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്നൊരു ബോക്സ് പോലെ ആക്കിയിട്ട് നമുക്ക് വരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഷോൾഡർ കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 2.5 ഇഞ്ചാണ് കേട്ടോ അവിടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് നമുക്ക് ആം ഹോൾ കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 4 ഇഞ്ചാണ് ആം ഹോളിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് താഴോട്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് കൂടി ഒന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂനെക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ വെച്ചിട്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ കൈക്കൂടി കൂടി ഇവിടെ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലത്തെ ഒരു ആം ഹോൾ കർവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് വരച്ചെടുക്കുക കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിതിൽ ചെസ്റ്റ് വണ്ണം എത്രയാണോ വരുന്നത് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ കൂടി നമ്മളിവിടെ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾക്കിവിടെ എക്സ്ട്രാ കൊടുക്കുക കേട്ടോ. ചെസ്റ്റ് വണ്ണം എത്രയാണോ അതിൽ കൂടി 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണോ വേണ്ടത് അതൊന്ന് കൂടി 1 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് ഇറക്കാൻ വേണ്ടത് 10 ഇഞ്ചാണ്. അതിൽ കൂടി 1 ഇഞ്ച് കൂടി ഞാൻ എക്സ്ട്രാ കൊടുത്തിട്ട് 11 ഇഞ്ച് ഇവിടെ ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ 11 ഇഞ്ചിൽ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്കതിൽ വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണോ അതുകൂടി ഒന്ന് ഇതുപോലെ തയ്യൽ തുമ്പ് അടക്കി ഇട്ടിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് ഷേപ്പ് കൂടി വരച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും നമ്മുടെ മാർക്കിങ് വരുന്നുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതുപോലെ നിവർത്തിയിട്ട് കൊടുത്തിട്ട് കണ്ടില്ലേ, ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നമ്മൾ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഇതുപോലെ മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്കിൻ്റെ ഭാഗം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പുറത്തെ സൈഡ് ആ നെക്കിൻ്റെ ഷേപ്പ് തന്നെ കിട്ടും. ഓക്കെ, നമുക്ക് സെപ്പറേറ്റ് വരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ലൈനിങ്ങിലാണ് കേട്ടോ, അത് നിങ്ങൾ മറന്നു പോരുത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ അതിൽ വീഡിയോ ആവാത്തതുകൊണ്ടാണ് കേട്ടോ കാണിച്ചിരുന്നത്. ഇനി നമുക്ക് ബാക്ക് നെക്ക് കൂടി ഒന്ന് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 ഇഞ്ച് തന്നെ നമ്മൾ ഫ്രണ്ടിൽ കൊടുത്ത് അതേ ഇത് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഓക്കെ, നമ്മളിതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങോട്ട് താഴോട്ട് ഒരു 2.5 ഇഞ്ചിൽ ഇതുപോലെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അതേ തന്നെ നമ്മൾ താഴോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കണ്ടില്ലേ ഇതുപോലെ ഒരു ബോക്സ് ആക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ യൂനെക്ക് കൊടുത്ത പോലെ തന്നെ താഴോട്ട് ഇതുപോലെ ആംഹോൾ കർവ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ടും ഒരു യൂനെക്ക് നമ്മൾ ഇതുപോലെ അങ്ങ് വരച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കണ്ടില്ലേ, ഇനി നമ്മൾ ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ സെൻറ്ററും മടക്കിയിട്ടിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഡിസൈനിലാണ് കേട്ടോ നമുക്ക് ബാക്കിനൊക്കെ ഉണ്ടായിരിക്കുക. കണ്ടില്ലേ, ഞാനിവിടെ ലൈനിങ്ങിൽ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ ലൈനിങ്ങിൽ വേണം കേട്ടോ ഇതെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ ലൈനിങ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ മെയിൻ ഫാബ്രിക്കും കട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കട്ടിങ്. പിന്നെ ഇതുപോലെ ഒരു 2 പീസും കൂടി വേണം കേട്ടോ നമുക്ക് ബാക്കിൽ ഓപ്പൺ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെയാണ് കേട്ടോ. ഒരു ചെറിയ ഒരു 2 ഇഞ്ചിൻ്റെ ഒരു പീസും അതുപോലെ തന്നെ 3 ഇഞ്ചിൻ്റെ ഒരു പീസും കൂടിയിട്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് പാർട്ടീൻ്റെ നല്ല തുണി നല്ല ഭാഗം മുകളിലോട്ട് ആക്കി വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് ലൈനിങ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കൈക്കുഴിയുടെ 2 സൈഡും അതുപോലെ തന്നെ നെക്കും പിന്നെ നമ്മൾ എവിടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അടിഭാഗം കൂടി നമ്മളൊന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കൈക്കുഴിയുടെ 2 സൈഡും നെക്കും പിന്നെ ഇതുപോലെ അടിവശവും കൂടി നമ്മൾ അടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിവിടെ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ കണ്ടില്ലേ കൈക്കുഴിയുടെ ഇവിടെയുള്ള ഇതുപോലെ ഒരു ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക. കഴുത്ത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. എന്നിട്ട് അവിടെ നമുക്ക് ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല ഇതിൽ വൃത്തിയിൽ മറിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടില്ലേ ഇത് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ മറിച്ച് എടുക്കുന്നത് കേട്ടോ. നമ്മുടെ അടിവശം അടിച്ച് കൊടുത്തിരിക്കുന്നൊക്കെയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡ് വഴി അങ്ങ് നമ്മൾ കൈ കയറ്റിയിട്ട് അങ്ങ് മറിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ നേരത്തെ അടിച്ച ഭാഗങ്ങൾ തന്നെ ഒന്ന് പതിച്ച് അടിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ ഈ സൈഡും നെക്കും അതുപോലെ തന്നെ അടിവശവും നമുക്കൊന്ന് പതിച്ചുകൂടി ഒന്ന് അടിച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾ ലൈനിങ് പുറത്തോട്ട് തള്ളി നിൽക്കാത്ത തരത്തിൽ വേണം കേട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫ്രണ്ട് പോർഷൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കൂടി അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ നല്ല തുണി ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ലൈനിങ് മുകളിലോട്ട് ആക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ലീവിൻ്റെ 2 സൈഡും അതുപോലെ തന്നെ നെക്കും പിന്നെ നമ്മൾ ഇവിടെ അടിച്ച് നിർത്തിയിട്ട് കണ്ടില്ലേ ഇതുപോലെ ഇവിടെ നിന്ന് വന്നിട്ട് കറക്റ്റ് ഈ ഒരു ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ അടിച്ച് നിർത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ അടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ 2 ഭാഗങ്ങളും. ഓക്കെ, നമുക്ക് ചെറിയ കട്ടിങ്ങുകൾ ഇട്ട് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സൈഡ് വഴി അങ്ങ് ഇത് മറിച്ച് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിവിടെ അടിവശം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് നമ്മൾ സൈഡ് വഴി അങ്ങ് മറിച്ച് എടുക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾ അടിവശത്തിൻ്റെ ഈ 2 കോൺ ഇതുപോലെ അങ്ങ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മളിത് ഇതുപോലെ സൈഡിൽ കൂടി അങ്ങ് ഇതുപോലെ പിടിച്ചിട്ട് നല്ല വശം പുറത്തോട്ടാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതേപോലെ മറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഈ അടിച്ച ഭാഗങ്ങളെല്ലാം ഒന്ന് ഇതുപോലെ നമ്മൾ പതിച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കറക്റ്റായിട്ട് മറിഞ്ഞു വരാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് അവിടെയെല്ലാം ഒന്ന് നേരെയാക്കി എടുത്തതിന് ശേഷം അടിച്ച് എടുക്കുക കേട്ടോ. കറക്റ്റ് ആ ഷേപ്പ് നമ്മൾ വരച്ചിരിക്കുന്ന ഷേപ്പിൽ കറക്റ്റാക്കി എടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ബാക്ക് പാർട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. കറക്റ്റ് സെൻറ്റർ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഹുക്ക് പിടിപ്പിച്ച് കൊടുക്കേണ്ട ഭാഗമുണ്ടല്ലോ അതൊന്ന് ഇതുപോലെ ഇതിലോട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ പീസ് എടുക്കുക. എന്നിട്ട് ഇതേ അറേഞ്ച് ഇതുപോലെ മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം കേട്ടോ. ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് മനസ്സിലാവാത്തവരൊന്ന് അതും പോയി നോക്കി നോക്കൂ കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ ഹുക്കിൻ്റെ ഈ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ അടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ഒരു വള്ളി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെവിടെ വെച്ച് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വെച്ച് കൊടുത്തോളൂ. ഇപ്പോൾ ഞാൻ വെച്ച് കൊടുക്കുന്നത് കറക്റ്റ് ഇതിൻ്റെ, നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം, അതല്ല ഏറ്റവും അടിവശത്ത് വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് വെച്ച് കൊടുക്കുന്നത് നമ്മൾ താഴത്തെ അടിവശം അടിച്ചല്ലോ അതിൻ്റെ സ്റ്റിച്ചിങ് വന്ന ഭാഗത്തായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളിത് ഇതിൻ്റെ ഷേപ്പ് കൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇത് സൈഡ് കൂടി ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റ് ഇവിടെ എത്രയാണോ ഷേപ്പ് വേണ്ടത് അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൻ്റെ സൈഡ് കൂടി ഒന്ന് അടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. ഞാൻ പിന്നെ ഇതിൽ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബീഡ്സിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്